മുഖക്കുരുവിന്റെ ചികിത്സ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വെയിൽ അധികം കൊള്ളാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അത്. ഹായ്, ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യന്റ് ആണ്. കുറച്ചു കാലമായിട്ട് മുഖക്കുരുവിന്റെ ചികിത്സ എടുക്കുന്നുണ്ട്. പല രീതിയിലുള്ള ഗുളികകളും ഓയിന്റ്മെന്റുകളും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് റെറ്റിനോയിഡ് ഗണത്തിലുള്ള മരുന്നായിരുന്നു. ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആള് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ദിവസം വണ്ടർലായിൽ ട്രിപ്പ് പോയത്. ഫുൾ ഡേ വെയിലത്ത് വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് മുഖം ഫുൾ റെഡിഷ് ആയി വന്നു, കുറെ ടാനും അടിച്ചു. അങ്ങനെ ഒരിത്തിരി സ്കിന്ന് വളരെ സെൻസിറ്റീവായി മാറി. മുഖക്കുരുവിന്റെ ചികിത്സ എടുക്കുന്ന സമയത്ത് മിക്കവാറും നിങ്ങൾ ട്രീറ്റ്മെന്റ് റെജിമെന്റിൽ ഒരു റെറ്റിനോയിഡ് ഗണത്തിലുള്ള ഓയിൻമെന്റ് ഉണ്ടാവും. ആ ഓയിൻമെന്റുകൾ ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഓയിൻമെന്റ് ആണ്. ഈ ഓയിൻമെന്റ് അപ്ലൈ ചെയ്ത് ഒരുപാട് വെയിലത്ത് പോയി കഴിഞ്ഞാൽ അതൊരു പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മുഖക്കുരുവിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് വെയിൽ അധികം കൊണ്ടു കഴിഞ്ഞാൽ കുരുക്കൾ ഉണങ്ങുന്ന സമയത്ത് അതും കുറച്ചൊരു ബ്ലാക്കിഷ് കളറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മുഖക്കുരുവിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാലയളവിൽ വെയിൽ തീരെ കൊള്ളാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.